ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വരുന്നു. വരും ദിവസങ്ങളിൽ ആക്രമണം രൂക്ഷമാക്കും എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ദീർഘമായ ആക്രമണത്തിന് സൈന്യം സജ്ജമായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ സൈന്യത്തിന് കനത്ത ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും യുദ്ധം വ്യാപിപ്പിക്കും എന്നാണ് നെതന്യാഹു പറയുന്നത്. യുദ്ധം വ്യാപിപ്പിക്കും എന്നതിന്റെ അർത്ഥം ഒരുപക്ഷെ മേഖലയിലെ സംഘർഷത്തിന് അയവില്ലാതെ ദിവസങ്ങൾ ഇങ്ങനെ തുടരും എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അഫ്താബ് റഹ്മാൻ ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അഫ്താബ്, ഈ നെതന്യാഹു ഞങ്ങൾ പിന്നോട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ കണ്ടതിനേക്കാൾ വലിയ ആക്രമണം ഞങ്ങൾ നടത്തുമെന്നുള്ള സൂചന പറയുമ്പോൾ അതിന്റെ ആശങ്കയുടെ അലയൊലികൾ ഗൾഫ് രാജ്യങ്ങളിലും സ്വാഭാവികമായും എത്തും. ഇറാനും അതേ കണക്കിന് മറുപടി കൊടുക്കാൻ ഇറാനും സജ്ജമായിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു വശത്ത് സമാധാനം കാക്ഷിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് മുന്നിലേക്കാണ് ഇപ്പോൾ നെതന്യാഹു വീണ്ടും പറയുന്നത് ഞങ്ങൾ ഇനിയും ആക്രമിക്കുമെന്ന്. മഹേഷ്, വളരെ പ്രധാനപ്പെട്ട 2-3 അപ്ഡേറ്റുകൾ ഈ നിമിഷം നമുക്ക് നൽകുവാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഒമാന്റെ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. അതിൽ അവർ പറയുന്നത് ഈ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാനാണ് ഇപ്പോൾ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒമാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ട് ഒമാന്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ച രാജ്യമായിരുന്നു ഒമാൻ. ഒമാന്റെ ഭാഗത്ത് നിന്നും ഈ തരത്തിലൊരു പ്രതികരണം വരുന്നത് ഒരു നിലക്കും നമുക്കൊരു സമാധാനത്തിലുള്ള ശ്രമങ്ങൾ ഈ ഒരു നിമിഷം ഉണ്ട് എന്ന് പറയുവാൻ കഴിയില്ല. രണ്ടാമത്തേത് നെതന്യാഹുവിന്റെ തന്നെ പ്രസ്താവനയാണ്. നെതന്യാഹു പറഞ്ഞു വെക്കുന്നത് ഇറാനകത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണം ഒരുപക്ഷെ വേഗത്തിൽ പൂർത്തിയാക്കി മടങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു. ഒരു സുദീർഘമായ ആക്രമണത്തിന് പദ്ധതി ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ ന്യായീകരിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വരും മണിക്കൂറുകളിൽ കൂടുതൽ രൂക്ഷമായ ആക്രമണത്തിലേക്ക് തങ്ങൾ പോകും, അതിനുള്ള നിർദ്ദേശം സൈന്യത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറാൻ തന്നെയും ഇപ്പോൾ നൽകുന്ന പുതിയ വിവരങ്ങൾ അനുസരിച്ച് 43 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇറാഖിന്റെ അതിർത്തിയിലുള്ള ഇറാന്റെ സുരക്ഷാ ആസ്ഥാനത്തേക്ക് ആക്രമണം നടക്കുകയും 43 ഇറാനി സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായ സ്ഥിരീകരണവും നൽകുന്നുണ്ട്. അതായത് ഏതാണ്ട് 25-27ഓളം പ്രവിശ്യകളിലേക്കായി ഇന്ന് ആക്രമണം വലിയ തോതിൽ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായി നേരിട്ട് വിമാനങ്ങൾ പ്രവേശിച്ചുകൊണ്ടാണ്, യുദ്ധവിമാനങ്ങൾ പ്രവേശിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, യുഎസിന്റെ പക്ഷത്തു നിന്നും വലിയ തോതിലുള്ള തിരിച്ചടി യുഎസിനും ലഭിച്ചിട്ടുണ്ട്. 3 യുഎസ് സൈനികർ കൊല്ലപ്പെട്ടതായി യുഎസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ 5 പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഇത് എവിടെയാണ് എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. അതിന് ന്യായീകരണമായിക്കൊണ്ട് കമാൻഡ് സെന്റർ പറയുന്നത് ഈ സ്ഥലം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഇറാന് കാര്യങ്ങൾ എളുപ്പമാക്കും, അതുകൊണ്ട് അത് വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളൊരു മറുപടി നൽകുന്നുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് പകൽ പറഞ്ഞു വെച്ചതിന്റെ മറ്റൊരു ഘട്ടം കൂടി ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നു. അതായത് ലോകത്തെ ഷിപ്പിംഗ് ഭീമനായ MSC ഈ നിമിഷം, അതായത് മിനിറ്റുകൾക്ക് മുമ്പ് അവരുടെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള മുഴുവൻ ബുക്കിങ്ങുകളും താൽക്കാലികമായി റദ്ദാക്കുകയാണ്, നിർത്തിവെക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് പോയിട്ടുള്ള കപ്പലുകളോട് ഒരു വശത്തേക്ക് മാറ്റിയിടുവാൻ, അതായത് സർവീസ് തുടരേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം സുരക്ഷയുടെ ഭാഗമായി നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പകൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹെപ്പക് ലോയിഡ് നേരത്തെ, അതായത് മറ്റൊരു ഷിപ്പിംഗ് ഭീമനായ ഹെപ്പക് ലോയിഡ് നേരത്തെ തന്നെ സർവീസ് നിർത്തിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ചരക്കു നീക്കത്തെ ഇത് ഗുരുതരമായി ബാധിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഗൾഫിലേക്കുള്ള ചരക്കു നീക്കം, ഗൾഫിൽ നിന്നും ഇതര ഭാഗങ്ങളിലേക്കുള്ള ചരക്കു നീക്കം, അതിന് ഈ യുദ്ധം ബാധിക്കാൻ പോകുന്ന ഘട്ടമാണ് എന്നുള്ളതാണ്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുന്ന നെതന്യാഹുവിന്റെ പ്രസ്താവനയാണ് യുദ്ധം നീളുമെന്നുള്ള സൂചന അവർ നൽകുന്നു. അതോടൊപ്പം മറ്റൊരു സൂചന കൂടി ഇപ്പോൾ വരുന്നത്, അതായത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്, 2 മിനിറ്റ് മുമ്പ് വന്നിട്ടുള്ള ട്രംപ് യുഎസിലെ അറ്റ്ലാന്റിക്കിന് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇറാനിലേക്കുള്ള പുതിയ നേതൃത്വം, അത് ഏത് നേതൃത്വമാണെന്ന് പറയുന്നില്ല. അതായത് യുഎസിന്റെ താല്പര്യമുള്ള നേതൃത്വമാണോ അതല്ല നിലവിലെ അവിടുത്തെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള നേതൃത്വമാണോ എന്ന് പറയുന്നില്ല. ആ നേതൃത്വത്തിന് ഏതായിരുന്നാലും യുഎസുമായി ചർച്ചയ്ക്ക് താല്പര്യമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ചർച്ചയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ചർച്ചയുമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ള തരത്തിലുള്ള പ്രതികരണം ട്രംപിന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇറാന്റെ ഒരു മറുപടി, അത് ഇറാനകത്തുള്ള
നേതൃത്വമാണോ അതോ US താല്പര്യമുള്ള US-നകത്തുള്ള ഇറാന്റെ ഒരു നേതൃത്വമുണ്ട് എന്ന് വെച്ചാൽ ഇറാനിലേക്ക് അവർ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വമുണ്ട്. അതിനെ കുറിച്ചാണോ പറഞ്ഞതെന്നുള്ളത് വ്യക്തമല്ല. ഏതാണ്ട് നിലവിലെ സ്ഥിതിഗതികൾ അത്ര ശുഭകരമല്ല എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ നമുക്ക് പറയാനാവുക. നെതന്യാഹുവിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് അതാണ്. ആക്രമണം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇറാന്റെ തിരിച്ചടി നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ അതിരൂക്ഷമായി തുടരുന്നുണ്ട്. ഇസ്രായേലിനകത്തേക്ക് ഇന്ന് നടത്തിയ ആക്രമണത്തിൽ അവിടെയും ഇതുപോലെ സമാനമായ രീതിയിൽ തന്നെ 20ഓളം പേരെ കാണാതായിട്ടുണ്ട്. 53 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചിലർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട്. മഹേഷ്. ഓക്കെ, അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകുന്നത്. വീണ്ടും ആക്രമണം കടുപ്പിക്കും എന്നുള്ള സൂചന